നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ ചാണ്ടിയുമ്മൻ എന്തോ പറയുന്നത് കേട്ടെ. ചാണ്ടിയുമ്മന് പരാതിയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് എനിക്ക് വേണ്ടത്ര ചുമതലകളൊന്നും തന്നില്ല, എന്നെ വേണ്ടത്ര ഗൗനിച്ചില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പരാതി പറഞ്ഞിരിക്കുന്നത്. ചാണ്ടിയുമ്മനെ ശരിക്കും പറഞ്ഞാൽ MLA പോലും ആക്കേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന യോഗ്യതയല്ലാതെ നേതാവിൻ്റെ വേറൊരു യോഗ്യത. കോട്ടയം ജില്ലയിൽ എത്രയോ യുവനേതാക്കന്മാരുണ്ട് ഇതുപോലെ, അല്ലെങ്കിൽ വേറൊരു യോഗ്യതയുമില്ല. ഒരു കാര്യം കൂടി വ്യക്തമായി പറയാം, ചാണ്ടിയുമ്മൻ സ്വയം കുഴി തോണ്ടിക്കൊണ്ടിരിക്കും. ഒന്നാം മണ്ഡലത്തിൽ ആർക്കും അയാളെ കണ്ടുകൂടാ, പാർട്ടിയിൽ ആർക്കും അയാളെ കണ്ടുകൂടാ. അയാൾ പൂർണ്ണ സമയം വിദേശത്താണ്. എന്തൊക്കെയോ വീട് നിർമ്മാണം എന്നൊക്കെ പറഞ്ഞ് പിരിവെടുക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ എനിക്ക് അഴിമതിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ മകനാണല്ലോ. ഇപ്പോഴും വത്തിക്കാനിലായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ. വത്തിക്കാനിലോ ലണ്ടനിലോ അമേരിക്കയിലോ എപ്പോഴും വിദേശത്താൽ മണ്ഡലത്തിൽ സ്പെൻഡ് ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം, പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ ഉടനെ ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരേ ഒരു ഉപദേശം കൊടുത്തുള്ളൂ, ഒറ്റ ഉപദേശം. ഈ ചാണ്ടിയുമ്മൻ എങ്ങനെയാണോ അങ്ങനെ ആവരുത്, അങ്ങനെ ആവരുത്. സ്വന്തം മണ്ഡലം ഫോക്കസ് ചെയ്യണം. നിങ്ങൾ സ്വന്തം മണ്ഡലം വിട്ട് ഏത് കളിക്ക് പോയിട്ടും കാര്യമില്ല. ഇനി നിങ്ങളുടെ സ്ഥലം അതാണ്, നിങ്ങളിനി അവിടെ ഫോക്കസ് ചെയ്യണം, അവിടെ പ്രവർത്തിക്കണം. ജയിച്ചാലും തോറ്റാലും അവിടെ ഉണ്ടാവണം. അത് കഴിഞ്ഞുള്ള ബാക്കി കാര്യങ്ങൾക്ക് പോകുള്ളൂ. ബാക്കിയൊക്കെ അത് കഴിഞ്ഞുള്ള അങ്ങനെ ചെയ്ത് ഞാൻ അത് ഒരൊറ്റ ഉപദേശം ഞാൻ അയക്കും. ലോകത്ത് എവിടെ പോയാലും ഞായറാഴ്ച പുതുപ്പള്ളി പള്ളിയിലെത്തുന്ന ഉമ്മൻചാണ്ടിയുടെ മകനാണ്. പക്ഷേ ചാണ്ടിയുമ്മൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയം എഴുതി വെച്ചു. ഇത് കഴിഞ്ഞത്തെ തെരഞ്ഞെടുപ്പ്, അതായത് ഇനി വരാൻ അടുത്ത 26 അല്ല, അതിൽ ജയിച്ചു. അത് കഴിഞ്ഞ 31 തെരഞ്ഞെടുപ്പ് ചാണ്ടിയുമ്മനോട് തോക്കും. ഇപ്പം ഇങ്ങേരെ അവിടെ കൊണ്ടുവരാതിരുന്നത് കൊണ്ട് ഒറ്റ തവണയെ പോയുള്ളൂ. ആരും വിളിക്കണോ? അയാളുടെ സഹപ്രവർത്തകനാണ്, സുഹൃത്താണ്. ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ട് ഇപ്പോൾ അയാളുടെ ചുമതലയല്ലേ അവിടെ പോയി ക്ഷണിക്കണം. നമ്മൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ നീ വന്ന് പ്രവർത്തിക്കുമെന്ന് പറയണം. നമ്മളങ്ങ് ചെല്ലല്ലേ. നമ്മൾ വേണ്ടപ്പോഴെങ്കിലും മരിക്കുമ്പോഴേ കല്യാണം വീട്ടിലൊക്കെ നമ്മളെ ക്ഷണിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാവരും സ്വയം അങ്ങ് ചെല്ലേ. ഇഷ്ടമാണ് അത് അയാളെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞു. എന്തായാലും വിനാശകാല വിപരീത ബുദ്ധി, അയാൾ സ്വയം പണി ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതൊന്ന്. രണ്ടിന് പിന്നൊരു കഥ, നമ്മുടെ സിദ്ധരാമയ്യയുടെ ഒരു കത്ത് മുഖ്യമന്ത്രി കണ്ടിരുന്നോ? 100 വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചു കൊടുത്തില്ല. ഇവർ രാവിലെ ഇപ്പം ദേശാഭിമാനി കാണാറുണ്ട്. നിങ്ങൾ ദേശാഭിമാനി വല്ലപ്പോഴും. ദേശാഭിമാനി എന്നും കാണണം. ഞാൻ എൻ്റെ ടെൻഷൻ റിലീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ദേശാഭിമാനി. തമാശ വായിക്കാൻ അല്ല, ഒന്ന് ദേശാഭിമാനി വായിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സമ്മർദ്ദമില്ല. ഈ CPM ഭരിക്കുന്ന കാലത്ത് ദേശാഭിമാനി വെച്ച് എല്ലാം നല്ല കാര്യങ്ങളാണ്. ആകെപ്പാടെ ചില മോശം കാര്യങ്ങൾ എഴുതാൻ നമുക്ക് ചിരിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ കഴിഞ്ഞ 3-4 കുറേ ദിവസങ്ങളായിട്ട് ദേശാഭിമാനിലെ ഒരേ ഒരു വാർത്തയേ ഉള്ളൂ, കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ ക്യാമ്പയിനാണ്. അതായത് മോദി അവഗണിക്കുന്നു, കട്ടിംഗ് ദ സൗത്തിൻ്റെ പഴയ അതിൻ്റെ വേറൊരു ഭാഗം. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ കോടതി പോലും പറഞ്ഞു, നിങ്ങൾ ആദ്യം കണക്ക് കൊടുക്കൂ. എത്ര രൂപ ചിലവാക്കി, എത്ര രൂപ കയ്യിലുണ്ട്, എത്ര രൂപ ഇനി വേണമെന്ന് കണക്ക്. അതില്ല, കൃത്യമായ കണക്ക് കൊടുക്കുന്നേ ഇല്ലല്ലോ. അമിത്ഷായും പറയുന്നത് കണക്ക് കൊണ്ടു ആദ്യം തമിഴ്നാടിന് കൊടുത്തു. തമിഴ്നാട് കണക്ക് കൊടുത്തിട്ടാണ് ഒന്ന് കണക്കില്ല. എത്ര രൂപയുണ്ട് അവരുടെ അക്കൗണ്ടിൽ? 800 കോടി രൂപയുണ്ട്, 790 കോടിയുണ്ട്. അതിൽ എത്ര കോടി രൂപ അതിനു വേണ്ടി കൊണ്ടുവന്നാ, ഇനി ബാക്കി എത്ര വേണം? കൊട്ടത്താപ്പ് കണക്ക് കൊടുത്തൊരു കാര്യമുണ്ട്, കറക്റ്റ് കണക്ക് കൊടുക്കും. ഇത്ര 3.5 മാസമായിട്ട് അവിടുത്തെ അക്കൗണ്ട്സ് ഓഫീസറെ കോടതി വിളിച്ചു വരുത്തിയിട്ട് അക്കൗണ്ട്സ് ഓഫീസർക്ക് അറിഞ്ഞുകൂടെ എത്ര കയ്യിലുണ്ടെന്ന് ചെലവാക്കാൻ പറ്റുന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സർക്കാർ ജീവനക്കാരൻ കോടതി പോയി കൈ കെട്ടി നീക്കി എനിക്ക് അറിഞ്ഞുകൂടാന്ന്. സിദ്ധരാമയ്യ പറഞ്ഞു, ഞങ്ങൾ 100 വീട് വെച്ചിടാന്ന് പറഞ്ഞു. നിങ്ങളത് എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് സ്റ്റെപ്പ് എടുക്കണ്ടേ? അതൊന്ന് ആലോചിച്ച് നോക്കും. ഒരു മനുഷ്യ സഹായം അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ സഹായം ലഭിക്കേണ്ടത് വിളിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ഞങ്ങൾ സഹായം തരണ്ടേ. സിദ്ധരാമയ്യ എന്ന് മാത്രമല്ല, ഇവിടെ വീട് വാഗ്ദാനം ചെയ്ത് എല്ലാവരും ഇരുട്ടി തപ്പി നിൽക്കുക. ഇവരെന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്ത് രംഗത്ത് വന്നെങ്കിലും ഇവർ സർക്കാർ എന്തെങ്കിലും സംവിധാനം ഒരുക്കി കൊടുക്കണ്ടേ? ഇതുപോലെ ഗതികെട്ടൊരു സർക്കാർ. എന്നിട്ട് ഇനിയിപ്പോൾ എന്തോ വീണ്ടും അടുത്ത് പുതിയ പരിപാടി വരെയല്ലേ, ജനങ്ങൾ നേരിട്ട് അദാലത്ത് നടത്താൻ പോകുന്നു. താലൂക്ക്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നവ്യ നായരോട് ബന്ധപ്പെട്ട്. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യണം, നവ്യ നായരുടെ കേസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശിവൻകുട്ടിക്കോ അല്ലെങ്കിൽ ഈ സർക്കാരിനോ ജനങ്ങളോട് ആ ഒരു മനുഷ്യൻ്റെയും ചെലവിനെക്കുറിച്ചോ ദൂരത്തിനെക്കുറിച്ചോ സംസാരിക്കാൻ യോഗ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളിപ്പം എന്താണ് നവ്യ നായർക്ക് സംഭവിച്ചത്, നമ്മൾ അദാലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സംസാരിക്കുന്നത് എന്താണ് നവ്യ നായർക്ക് സംഭവിച്ചത്. ഞാൻ നവ്യയോട് സംസാരിച്ചു. ഞാൻ നവ്യയെ വിളിച്ചിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ഈ ഒരു വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിവാദത്തിലെ കഥാപാത്രങ്ങളെ വിളിച്ച് സംസാരിക്കും. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എടുക്കും. ഞാൻ നവ്യയെ വിളിച്ചു ചോദിച്ചപ്പോൾ നവ്യ എന്നോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ പേര് മന്ത്രി പറഞ്ഞിട്ടില്ല, അപ്പോൾ ഞാൻ പ്രതികരിക്കുന്നത് ശരിയാണോ? ഞാൻ പറഞ്ഞു, വേണ്ട, പ്രതികരിക്കണ്ട. പക്ഷെ നവ്യക്കറിയാമല്ലോ ഇത് നവ്യ ആണോ എന്നറിയാമല്ലോ. ഞാൻ പറഞ്ഞു നവ്യയോട്, നവ്യ ഞാൻ മുഖ്യമന്ത്രി ഓഫീസിൽ അന്വേഷിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ ഞാൻ എൻ്റെ ഉറവിടം വഴി അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരാൾ വിളിച്ചപ്പോഴാണ് നവ്യ ഇത് ചോദിച്ചതും സംഭവിച്ചതും. ഞാനത് വെരിഫൈ ചെയ്തുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ചോദിക്കുന്നത് നവ്യയോട്. നവ്യയാണെന്ന് എനിക്കറിയാം. നവ്യ സമ്മതിച്ചു. നവ്യ പറഞ്ഞു, ചേട്ടാ ഞാൻ തന്നെയാണ്. എന്നെ വിളിച്ചു ചോദിച്ചു,
എന്നെ വിളിച്ചു, വളരെ ഓഫീസ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രി ഓഫീസ് ഓർക്കണം, പിണറായി വിജയനോട് വളരെ അടുപ്പമുണ്ട്. പിണറായി അങ്കിൾ എന്നാണ് അവർ വിളിക്കുന്നത്, വളരെ പേഴ്സണൽ കൈരളി ചാനൽ അഭിമുഖം നടത്തിയത് പിണറായി കുടുംബമായിട്ട് നവ്യ നായരാണ് ഇന്റർവ്യൂ നടത്തിയത്, ദീർഘമായ ഇന്റർവ്യൂ. ഞാനും നവ്യയും കൂടി ഇന്നലെ സംസാരിച്ചതിന് ശേഷം ഞാൻ നവ്യയുടെ അച്ഛനോട് സംസാരിച്ചു. അപ്പം നവ്യ എന്നോട് പറഞ്ഞു അച്ഛന് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാനും അച്ഛനും തമ്മിൽ ചേട്ടൻ്റെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞു. കാരണം ചേട്ടൻ്റെ വീഡിയോ അച്ഛൻ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കും, എനിക്കും ഇഷ്ടമല്ല, കാരണം സർക്കാരിനെ വിമർശിക്കുവാണല്ലോ, വിജയനങ്കിളിനെ വിമർശിക്കുന്നുണ്ടല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞു നീ കമ്മി ആയതുകൊണ്ടാണ് നിനക്കിങ്ങനെ തോന്നുന്നത്, സത്യസന്ധമായിട്ട് നോക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പല വീഡിയോകളിലും. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ നവ്യയോട് നവ്യ പറഞ്ഞു എന്നോട് പറഞ്ഞൊരു കാര്യം, ഓഫീസിൽ നിന്ന് വിളിച്ചു, ഞാനൊരു കാശും ചോദിച്ചില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യം 1 രൂപ പോലും കാശുണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ല, ഞാനൊരു തൊഴിൽ ചെയ്തിരിക്കണം. പക്ഷേ നവ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഈ അവതരണ ഡാൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഞങ്ങൾ ബ്രിട്ടീഷ് മില്ല അവാർഡ് നൈറ്റിന് ഞങ്ങൾക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടി അതാണ്. കാരണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം കൊറിയോഗ്രാഫി ചെയ്യണം, ഒരുപാട് ആളും പ്രഗത്ഭരായിരിക്കണം ചെയ്യേണ്ടത്, ഒരുപാട് മ്യൂസിക് വേണം, ഒരേ സമയത്ത് മ്യൂസിക് വേണം, ഒരേ സമയത്ത് കൊറിയോഗ്രാഫി, ഇതൊക്കെ വേണം. അപ്പം ഇവരാവശ്യപ്പെട്ടിരിക്കുക, ഇവരൊരു തീം അങ്ങോട്ട് പറയുക, നവ്യ നായരോട് ഇവരാവശ്യപ്പെട്ടിരിക്കുന്ന തീം അവതരിപ്പിച്ചു. തീം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ പരമ്പരാഗത കലാരൂപങ്ങളും സമന്വയിപ്പിക്കണം. അത് ഇവിടുത്തെ സ്റ്റേജിൽ തന്നെ പത്തനംതിട്ടയിലെ പടയണി മുതൽ നമ്മുടെ മുത്തപ്പൻ വരെ തെയ്യം വരെയുള്ള പ്രധാനപ്പെട്ട കലാരൂപങ്ങളെ, കഥകളി അടക്കമുള്ളത് എല്ലാം സമന്വയിപ്പിച്ച് നമ്മുടെ നാടൻ ഡാൻസ്, ഫോക്ക് ഡാൻസ്, കഥകളി, എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു 10, 80, 100 പിള്ളേർ ഒരുമിച്ച് സ്റ്റേജിൽ കയറുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിന് കൊറിയോഗ്രാഫിയാണ് നവ്യ നായർ ചെയ്യേണ്ടത്. അപ്പം നവ്യയ്ക്ക് ഇതിനു വേണ്ടി എത്ര ദിവസം മുടക്കണം? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നവ്യ ജീവിക്കുന്നത് ഡാൻസ് നടത്തിയാണ്. ഇപ്പം സിനിമയിലൊന്നും ഡാൻസ് സ്കൂളുണ്ട്, അതിൽ ഫോക്കസ് ചെയ്താണ്, അവർക്ക് ഓൺലൈനൊക്കെ ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അപ്പം ഈ ഡാൻസിൽ അവർ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ദിവസം പോയി, അപ്പം ശിവൻകുട്ടി എന്ന് പറഞ്ഞത്, വിശദീകരണം കൊണ്ട് ശിവൻകുട്ടി പറഞ്ഞത് 7 മിനിറ്റ് പ്രോഗ്രാമാണ് ചോദിച്ചെന്ന് പറഞ്ഞു. അത് അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് 7 മിനിറ്റുള്ള സാധനം ഉണ്ടാക്കാൻ. നമ്മൾ 3 മിനിറ്റുള്ള സിനിമാ പാട്ട് ചെയ്തെടുക്കാൻ എത്ര ദിവസം എടുക്കുന്നത്? അത് അറിഞ്ഞാലും മനസ്സിലാവുള്ളൂ. അല്ല, ഈ 2 മണിക്കൂറിൽ സിനിമയ്ക്ക് എത്ര മാസത്തെ ദിവസം, എത്ര പേരുടെ സമയം എടുക്കും, എത്ര പേരുടെ പണിയാണ്? ഇവർക്ക് പലർക്കും ഇതിൻ്റെ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഒന്നും അറിയില്ല, എങ്ങനെയെങ്കിലും ചെയ്യാന്നുള്ള രീതി പലപ്പോഴും ഈ അറിയാൻ പാടാത്തവർ പറയാറുണ്ട്. ടെക്നിക്കലി ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഇത്രയും കലാകാരന്മാരെ ഇവിടെ പഠിച്ച കുട്ടികളെ നമ്മൾ കണ്ടെത്തി, അവർക്ക് ചിലപ്പോൾ എല്ലാവരും അറിയില്ലെങ്കിൽ ട്രെയിൻ ചെയ്യണം, ഇത്രയും പേരെ താമസിപ്പിക്കണം, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കണം, ഇത്രയും പേർക്ക് ബാക്കി ചിലവുണ്ട്, ഇവരെ പരിശീലിപ്പിച്ചെടുക്കാമെന്ന് എളുപ്പമുള്ള കാര്യമല്ല, ഓരോന്നും ഓരോ ഡാൻസാണ്. ഇതെല്ലാം സമന്വയിപ്പിച്ച് എടുക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 8 or 10 ക്ലാസ് എങ്കിലും അറ്റൻഡ് ചെയ്യേണ്ടി വരും. നൃത്തം അറിയാവുന്നവരാന്ന് കരുതിക്കോളൂ, എങ്കിൽ പോലും ഇതിനെ ഒരു കൊറിയോഗ്രാഫിയിലേക്ക് 8 or 10 ക്ലാസ് എടുക്കേണ്ടി വരും. ഇതിന് എക്സ്പേർട്ടുകൾ കാശ് കൊടുക്കണ്ടേ? നവ്യ നായർ എനിക്കൊരു കാശും വേണ്ട, ഇതിലേക്ക് കൊണ്ടുവരുന്ന എക്സ്പേർട്ടുകളുണ്ട്, ഈ എക്സ്പേർട്ടുകൾ കാശ് കൊടുക്കണം, അതിന് വേണ്ടിയുള്ള ചില, അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി 5 ലക്ഷം രൂപ. നാളെ ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എക്സ്പെർട്ടായിട്ടുള്ള ആളല്ലാന്ന് അറിയുകയാണെങ്കിൽ എന്തിനാ അവരെ വിളിച്ചോണ്ട് നടത്തുക? ഇവർ തന്നെ ഉത്തരം പറയേണ്ടി വരും. ഈ 5 ലക്ഷം രൂപ ഇതിന്റെ എക്സ്പെൻസ് ആണ് ഉദ്ദേശിച്ചത്, അല്ല നവ്യ നായരുടെ പ്രതിഫലമല്ല. അപ്പം ഇവർക്ക് ഇതിനുള്ള വിവരമില്ല. 7 മിനിറ്റ് ആ പരിപാടി നവ്യ നായരുടെ സംഘം വന്ന് നവ്യയും സംഘം പോയി ഡാൻസ് അവതരിപ്പിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും 7 മിനിറ്റ് എന്ന് പറഞ്ഞതിന് എത്രയോ ദിവസത്തെ തയ്യാറെടുപ്പാണ്. അതിൻ്റെ കൂടുതൽ വേറൊരു കഥയും കൂടെ പറഞ്ഞു. വേറെ ഏതോ ഒരു നടിയെക്കുറിച്ച് തിരുവനന്തപുരത്തേക്ക് വിളിച്ചപ്പോൾ അവർ വിമാന ടിക്കറ്റും 5 നക്ഷത്ര ഹോട്ടലിൽ താമസവും ചോദിച്ചു. ഇതാണ് ഇയാൾ പറഞ്ഞിരുന്നത്. മറ്റൊരാൾ മന്ത്രി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു പരിപാടിയിൽ, സർക്കാർ നടത്തൊരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് മറ്റൊരിടത്തു നിന്ന് ഒരാൾ വരുമ്പോൾ അയാൾ കയ്യിൽ നിന്ന് വിമാന ടിക്കറ്റ് കൊടുക്കണം, അല്ലെ ബസ് കയറി വരണം. അല്ല, നമ്മൾ അയാൾക്ക് താമസിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടൽ, ഇവർ പറഞ്ഞ 5 നക്ഷത്ര ഹോട്ടൽ നിൽക്കുമ്പോൾ ഒരു സുഖമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു 4000 രൂപയേ ഉള്ളൂ, 5000 രൂപയേ ഉള്ളൂ. സർക്കാരിന് മസ്കറ്റ് ഹോട്ടലുണ്ടല്ലോ, എന്ത് കുഴപ്പം, ഗംഭീര ഹോട്ടലല്ലേ അത്. മാത്രമല്ല, ഒരുവിധപ്പെട്ട പലരും ഇപ്പോൾ സിനിമയുടെ തന്നെ എന്തെങ്കിലും അവാർഡിൻ്റെ കാര്യത്തിന് എല്ലാവരും വരുന്നവർക്കെല്ലാം മുറി ബുക്ക് ചെയ്യുന്നത് അവിടെ തന്നെയാണ്. അതിന് മുറി കൊടുത്താൽ മതി അവർക്ക്. ഈ അന്തരിച്ച BRP ഭാസ്കർ സാറുണ്ടല്ലോ, സർക്കാരിന് ഈ BRP ഭാസ്കർ സാറിന് ഒരു പുരസ്കാരം കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചു. എന്തോ ഒരു പുരസ്കാരം, എന്തൊരു സെമിനാർ, പ്രസ് അക്കാദമി, മീഡിയ അക്കാദമി. എന്നിട്ട് ഇദ്ദേഹത്തെ ബുക്കും ചെയ്തു. ഇദ്ദേഹം പലതവണ അവരോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ വയസ്സ് 90 കഴിഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തീരെ വയ്യ. അപ്പം 2 പേരുടെ വരുന്നത് കൊണ്ട് മസ്കറ്റ് ഹോട്ടലിലെ
ഈ താഴത്തെ നിലയിലുള്ള ഈ ഭിന്നശേഷിക്കാർക്ക് ഉരുട്ടിക്കൊണ്ട് പോവാം, വീൽ ചെയർ ഭിന്നശേഷി സൗഹൃദമുള്ള റാമ്പുള്ള സ്ഥലമുണ്ട് അവിടെ. പക്ഷേ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് 3 ദിവസം പോയി ചെയ്തില്ല. എന്നെ വിളിച്ചു, സാറ് വിളിച്ചു, എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ദിവസത്തിന് വരുന്നുണ്ട്, പക്ഷെ അവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയി ഹോട്ടൽ ബുക്ക് ചെയ്ത്, ഞാൻ പോയില്ല, ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തു. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തു, പേയ്മെൻറ്റ് നടത്തി. ഇദ്ദേഹം വന്നു, ഇദ്ദേഹത്തെ എയർപോർട്ടിൽ ഞാൻ പിക്ക് ചെയ്ത് ഞാനാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന്. ഇവരാരും തിരിഞ്ഞു നോക്കാൻ വന്നില്ല. സർക്കാർ കാറുകളാണ് ഈ മീഡിയ ഉള്ളത്. മോഹൻ ഗോപാൽ വന്നിരുന്നു, ഡോക്ടർ മോഹൻ ഗോപാൽ, ലോ വിദഗ്ധൻ. അദ്ദേഹം ഇവരുടെ ബന്ധുവാണ്, പക്ഷേ എം ഗോപാലിൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹം എനിക്കൊന്ന് രാഹുൽ മകനാണെന്ന് മാത്രമല്ല അദ്ദേഹം എന്തോ നാഷണൽ സ്കൂൾ ഓഫ് ലോയുടെ ഒക്കെ എന്തോ പദവിയുള്ള മോഹൻ ഗോപാൽ വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തെയും കൂട്ടി, ഇവരെയും കൂട്ടി ഞാൻ മസ്കറ്റ് കോട്ടയിൽ ചെന്നു. ഞാൻ ചെന്നപ്പം ഇവർക്ക് പെട്ടെന്ന് കിളി പറന്നു, ജോലിയിടയിൽ. അപ്പം ഞാൻ പേയ്മെൻറ്റ് കാര്യം അത് ആകെപ്പാടെ അവിടെ നിന്ന് ആൾ വരുന്നു, മേളിൽ നിന്ന് മാനേജർ വരുന്നു, ആകെപ്പാടെ പേടി, ഇനി വാർത്ത വല്ലതും ആകുമോ. അന്ന് വൈകുന്നേരം തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബുക്ക് ചെയ്ത പൈസ തിരിച്ചിട്ടിരിക്കുക. സർക്കാർ പൈസ ഇട്ട്. ഞാൻ പറഞ്ഞു ഇവരുടെ കാര്യം എങ്ങനെയാണ്, ഇവർക്ക് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പം ഇത് ഇവരുടെ ചുമതലയാണ്. അപ്പോൾ എന്നിട്ട് പറയുകയാണ് അവർ 5 സ്റ്റാർ 5 നക്ഷത്ര ഹോട്ടൽ താമസം. എന്തൊരു മര്യാദ കേട്ട വർത്തമാനമാണ്. അല്ല, മറ്റേ സ്ഥലത്തുനിന്ന് നമ്മൾ സർക്കാർ പരിപാടിക്ക് ഒരു അതിഥിയെ വിളിക്കുമ്പോൾ അവർക്ക് താമസ സൗകര്യവും വാഹനവും എല്ലാം ഒരുക്കേണ്ടത് നമ്മളാണ്, സർക്കാരാണ്. അവരെങ്ങനെയാണ് വരണം. അല്ല, മാത്രമല്ല ഞാൻ പറഞ്ഞു ഞങ്ങൾ ബ്രിട്ടീഷ് മുന്നിൽ അവാർഡിനായിട്ട് എന്നൊരു പ്രോഗ്രാം നടത്താറുണ്ടല്ലോ. അപ്പം നമ്മൾ ചിലവ് കുറഞ്ഞ തരത്തിൽ താരങ്ങളെ കിട്ടുമെന്നാണ് നോക്കുന്നത് പലപ്പോഴും. കാരണം വെച്ചാൽ നമുക്കിവിടുന്ന് ഇവരെല്ലാം ബിസിനസ് ക്ലാസ്സിനെ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തൊരു നടനോട് ചോദിച്ചു, നിങ്ങൾ അപ്പോൾ അയാൾ പറഞ്ഞു എന്നെ കൊണ്ടുപോകണമെങ്കിൽ 2nd ക്ലാസ് ടിക്കറ്റ് എന്നാൽ മതി, പക്ഷേ ഞാൻ ബിസിനസ് ക്ലാസ്സിനെ വരത്തുള്ളൂ. ഞാൻ ചോദിച്ചാൽ ഞാൻ ബാക്കി കയ്യിൽ നിന്ന് കാശ് എടുത്തോളാം, പിന്നെ നിനക്ക് ചേട്ടാ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനിന്നിപ്പോൾ എക്കണോമിക് ക്ലാസ് യാത്ര ചെയ്തെന്ന് ആരെങ്കിലും കണ്ട് പറഞ്ഞ ഒറ്റ നിർമ്മാതാവ് പിന്നെ ബിസിനസ് ക്ലാസ് തരത്തിൽ എല്ലാവരും എക്കണോമിക് ക്ലാസ് തരത്തോണ്ട് പറഞ്ഞു. പണ്ട് ഞങ്ങളൊരു ചാനൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഫിലിം അവാർഡ് നടത്തുമ്പോൾ ഒരു നടൻ വന്നു, സീനിയർ നടൻ വന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അദ്ദേഹം കയ്യിൽ ഇങ്ങനെ പിടിച്ചു, അതിനെ പിടിച്ച് നടത്താൻ ഞാൻ കുറച്ചുകൂടെ നടന്നപ്പം അവിടെ ക്യാമറ അദ്ദേഹം പെട്ടെന്ന് കൈ അങ്ങ് വിട്ട്, മോനെ ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കൊള്ളാം, ഞാൻ നിന്റെ കൈ പിടിച്ച് നടക്കുന്നതായിട്ട് ആരെങ്കിലും ചാനലിൽ കാണാൻ നാളെ എന്നെ അഭിനയിക്കാനും വിളിക്കില്ല, ഈ നടൻ രോഗിയാണ് എന്ന് അപ്പം തന്നെ പറയും. അതുപോലെ ഒരു നടി ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, RCSയിൽ അവർ സഹോദരി കിടക്കുമ്പോൾ അവർ കൂട്ടിരിപ്പാനും വെളിയിൽ വന്ന് അവരപ്പം RCSയിൽ അകത്ത് കയറ്റില്ലല്ലോ, അവർ പുറത്തിരിക്കുന്നു, അവരിടയ്ക്ക് മരുന്ന് വായിക്കാൻ പല കാര്യത്തിലും അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി കിടക്കുന്നു. അവസാനം ഇത് കണ്ടവരാരോ പറഞ്ഞു വരുത്തി ഇവർ RCSയിൽ ചികിത്സയാണെന്ന്. പഴയ നടിയാണ്, അവർക്ക് സിനിമയില്ലാതെ പോയി തോന്നി കുറേ കാലത്തേക്ക്. ഇതാണ് ഇവിടുത്തെ പോയിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള ഇവരുടെ ആ സ്റ്റാറ്റസ് അവർക്ക് നിലനിർത്തിയേ പറ്റൂ. അല്ല, അതല്ലേ ഒരു അന്തസ്. നമ്മൾ അതിഥിയെ വിളിക്കുമ്പോൾ നമ്മൾ ആ മര്യാദ. പിന്നെ ഞാൻ പറഞ്ഞ് പൈസ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഒരു ലണ്ടനിൽ ബന്ധമുള്ള ഒരു നടൻ, ഇദ്ദേഹം ആ സമയത്ത് ലണ്ടനിൽ വരുന്നുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ നമ്മളോർത്ത് ലണ്ടനിലേക്ക് വരുവാണെങ്കിൽ ഒരു ചെറിയ പൈസ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ചോദിച്ചപ്പം അദ്ദേഹം അപ്പം തന്നെ ബിസിനസ് ക്ലാസ് ടിക്കറ്റും അദ്ദേഹത്തിനും ഭാര്യയ്ക്കുമുള്ള ബിസിനസ് ക്ലാസ് ടിക്കറ്റും സഹായിക്കുള്ള ടിക്കറ്റും സഹായിക്കൊണ്ട് കൊടുത്തിട്ട് മാത്രമല്ല 9 ലക്ഷം രൂപയും ചോദിച്ചു. നമ്മൾ ഉപയോഗിച്ചില്ല. ഇതിവരൊക്കെ അതൊക്കെ ഒരു പരിധി. പക്ഷേ എങ്കിൽ പോലും ഞാനൊരു കുറ്റം പറയത്തില്ല. കാരണം എനിക്ക് നിർബന്ധം സിനിമ ആ നടനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ കാശ് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ കൊണ്ടുപോകണം. അവർ ലൈംലൈറ്റ് നിൽക്കുമ്പോൾ മാത്രം അവർക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. കാശ് വെച്ചാലും കൊടുക്കും ആവത്തുള്ളൂ. ഈ 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും അഭിനയിച്ചിട്ടാണ് പലരും ഇപ്പോൾ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുന്നത്. അപ്പോൾ പക്ഷേ അതുകൊണ്ട് അവരെ അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് കഥയില്ല. പിന്നെ പറ്റും എങ്ങനെയാണെന്നറിയോ, സർക്കാർ അത്രമാത്രം മാതൃകാപരമായി പ്രവർത്തിച്ചെന്ന് സർക്കാരെന്ന് കരുതുക. അതായത് 1 രൂപ ദൂർത്തടിക്കത്തില്ല, ജനങ്ങൾ ക്ഷേമത്തിന് വേണ്ടി മാത്രം അവരിങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. ഭയങ്കരമാണെങ്കിൽ ശരിക്കും സർക്കാരിൻ്റെ പണം ലാഭിക്കുന്നതിനുള്ളൊരു പദ്ധതി എന്ന വിളിക്കുന്നതിന് മനസാക്ഷി കുത്തെങ്കിലും തോന്നും. അതെ. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ദൂർത്തടിച്ചിട്ടും തീരുന്നില്ല എന്നുള്ളതാണ്. ഓരോരുത്തർക്ക് എന്തുമാത്രം ആഡംബരം. മന്ത്രിമാരുടെ വാദ്യവസ്ഥയെ വീണ്ടും വീണ്ടും പുതുക്കുന്നു, കാറ് വാങ്ങുന്നു, വിദേശത്ത് പോകുന്നു, ഇത്തരം ഈ പറഞ്ഞ ചടങ്ങുകൾ നടത്തുന്നു. ഇപ്പം നടക്കാൻ പോകുന്ന ഒരു പുതിയ പരിപാടി ഉണ്ടല്ലോ, മറ്റേ അദാലത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് ഏതാണ്ട് 26 ലക്ഷം രൂപ അടുപ്പിച്ചാണ് ഒരു ഉദ്ഘാടന ചടങ്ങിന് മാത്രം വെച്ചിട്ടുള്ളത്. അല്ല, ഇനി അദാലത്തിൻ്റെ ലക്ഷ്യം സാധിച്ചു നോക്കിയിട്ടുണ്ടോ? എനിക്ക് ചിരിച്ച് മണ്ണ് കപ്പി. സാധാരണക്കാരൻ അവിടെ ഒരു കാരണം എത്താൻ പാടില്ല. അതായത് ഇതുവരെ സർക്കാർ, അതായത് ഇവർ മുഖ്യമന്ത്രിയുടെ അല്ല നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് തുല്യമെന്ന നിലയിലാണ് മറ്റേ നവകേരള യാത്ര. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടല്ല. പിണറായി വിജയൻ അവിടെ ചെന്ന് ബെഡായി അടിക്കുന്നു, ഏതെങ്കിലും ഒരു മന്ത്രി ബെഡായി അടിക്കുന്നു, ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് സ്റ്റേജ് ഉണ്ടാക്കും. സത്യം പറഞ്ഞാൽ അന്യായമാണ്. ഓരോ സ്റ്റേജിനും 50 ലക്ഷം രൂപ മുതൽ 75 ലക്ഷം രൂപ വരെ ചിലവായിരിക്കുന്നത് നിർമ്മാണത്തിന് മാത്രം. പിന്നെ കറണ്ട് വേറെ,
മൈക്ക് വേറെ, എയർ കണ്ടീഷനുണ്ട്, ഭക്ഷണങ്ങൾ വേറെ, സൗകര്യങ്ങൾ വേറെ, പബ്ലിസിറ്റി വേറെ, ഈ സാധനങ്ങളെല്ലാം കുറിക്ക് കോടിക്കണ്ണൂർ ആകപ്പാടെ ചെയ്തതെന്ന് വെച്ചാൽ സർക്കാർ ഖജനാവിലെ പണം മുടക്കി അവിടെ ഒന്ന് പ്രസംഗിക്കുക, അതിനെ പ്രതിഷേധിച്ച് പാവപ്പെട്ട പിള്ളേർക്ക് തല്ലു കൊടുക്കുക, രാവിലെ പ്രാഞ്ചിയേട്ടന്മാരോ കൂട്ടിയിരുന്ന് പ്രാതൽ കഴിക്കുക. ഇത്തരത്തിൽ ഒരു ജനത്തിനും ഒരു ഗുണമില്ലാത്ത ഒരു പരിപാടി പൂർത്തിയാക്കി. പിന്നെ കേരളീയം ഈ വർഷം ഇനിയിപ്പോൾ അടുത്ത് വരും 1 കോടി രൂപയൊക്കെയാണ് ഏതൊരു കലാകാരന് കൊടുത്തത്. സംഗീത പരിപാടി നടത്തിയത് 25 ലക്ഷം രൂപയാണ് മറ്റേ ശോഭനയ്ക്കോ മറ്റോ. ആ പരിപാടി പങ്കെടുത്ത കവി ചുള്ളിക്കാരനെ കണ്ടാണ് തീരെ തുച്ഛായത് കൊടുത്തത്. അല്ല, അതതിനല്ല, അത് സാഹിത്യ അക്കാദമിയിൽ പോയത്. അത് എത്ര 1800 എത്ര തുച്ഛമായത് കൊടുത്തു. അത് പിന്നെ ഇതാണ് അവരുടെ രീതി. അപ്പം ഈ കോടിക്കണക്കിന് രൂപ വാരി എലിച്ച് ഒരു ഗുണമില്ലാതെ നടത്തി ഇപ്പോൾ അദാലത്തും പറഞ്ഞ് വീണ്ടും പരിപാടി നടത്തി. എന്നിട്ട് അദാലത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതവുമായി ബന്ധമുള്ള ഒരു വിഷയവും ചോദിക്കാൻ പാടില്ല, നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനും പാടില്ല, അഭിപ്രായം പറയാനും പാടില്ല, ഉണ്ടായിരുന്നു കേസിനെ കുറിച്ചോ പോലീസിനെ കുറിച്ചോ പറയാൻ പാടില്ല. നല്ലത് ബാങ്ക് ലോണിനെ കുറിച്ച് പറയാൻ പാടില്ല. സാധാരണക്കാരോട് പോയിട്ട് കാര്യമില്ല. ഇന്ന് നമ്മളെ കവികളെങ്ങാനും ചേർന്ന് ഈ മുഖ്യമന്ത്രിയെ കുറിച്ച് കാലത്ത് കവിത എഴുതിക്കൊണ്ട് സമർപ്പിച്ച് മംഗളപത്രം പാടിയാൽ പൂർണ്ണമായി അത് മാത്രം നടക്കുള്ളൂ. അല്ലെ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അദാലത്ത് നടത്തുന്നത്. സാധാരണക്കാരനവിടെ പോകേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന് ലൈവ് മിഷൻ്റെ ചോദിക്കാൻ പാടില്ല, ഒന്നും ചോദിക്കാൻ പാടില്ല. അവിടെ ഇവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ മഹാത്മ്യം നമ്മൾ തിരിച്ചറിയുന്നത്. ആ മനുഷ്യൻ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ ഈ പരിപാടി ജനസമ്പർക്ക പരിപാടി കഴിയുമ്പോൾ വെളുപ്പാങ്കാലത്ത് 5 മണിയായി. അതായത് തലേ ദിവസം കാലത്ത് 9 മണിക്ക് തുടങ്ങിയതാണ്, പിറ്റേ ദിവസം രാവിലെ 5 മണിയായി. അവിടെ വന്ന ഓരോ ആളെയും കണ്ടിട്ടാണ് അത് പിരിഞ്ഞു പോയത്. ഓരോ ആളെയും എന്തോരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. എന്തൊരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞു, എത്ര പേർക്ക് പെൻഷനൊക്കെ കിട്ടാതിരുന്നവർക്ക് ആ സെക്കൻഡ് അദ്ദേഹം കൊടുത്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്ന കാലത്ത് സെക്രട്ടേറിയറ്റ് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇപ്പം മാധ്യമപ്രവർത്തകർ അക്രട്ടേഷൻ ഉള്ളവർക്ക് പോലെ അവിടെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. പറ്റത്തില്ല. ബോർഡ് മറ്റേ എന്തോ അനുവാദം കൂടാതെ പ്രവേശിക്കുന്ന ഒരു ബോർഡ് കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചു, അങ്ങനത്തെ ഒരു ബോർഡ് ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ CP ജോൺ പറഞ്ഞ മാതിരി പണ്ടത്തെ സ്ഥിതി അതായിരുന്നു. നമ്മൾ ഷാജൻസ്കറിയാൻ മഞ്ഞ് കയറി പോകരുത്. ആരാ ഷാജൻസ്കറി? അമാർക്കും അടുത്ത് നമുക്കും അറിയത്തില്ല. ഞാൻ അക്കറ്റേഷനുള്ള സമയത്ത് അക്കറ്റേഷൻ കാണിക്കലും വേണ്ട, നമ്മളതിന് അവരെ കയറ്റി വിടും, അവർക്കറിയാം. അല്ല, ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ഒരു പ്രയാസവും ഇല്ല. ചെന്നാല പോലീസുകാർ നമ്മളും കയറി പോയി അവരൊന്നും പറയത്തില്ല. അവിടെ ഇനി അതല്ലേ പിന്നെ വളഞ്ഞ വഴികളൊക്കെ ഉണ്ടായിരുന്നില്ല. സെക്രട്ടറിയുടെ പുറകെ കൂടെ ഇഷ്ടംപോലെ വഴിയുണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് അറിയാലോ കയറാതെ ആ വഴി അവിടെ കയറി കഴിഞ്ഞ് ഞാനിപ്പോഴും ഒരാവശ്യത്തിന് ഉമ്മൻചാണ്ടിയെ കാണാൻ പോയിട്ടുണ്ട്. ഒരു കത്ത് വേണം. ആ കത്തെന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന് ഇങ്ങോട്ട് ഡെപ്യൂട്ടേഷൻ വേണം. ഡെപ്യൂട്ടേഷൻ എടുക്കേണ്ട സർക്കാരിൻ്റെ ആവശ്യമാണ്. കാരണം സ്പോർട്സ് കൗൺസിലിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് UK പോയി പഠിച്ചത്. അപ്പം സ്പോർട്സ് കൗൺസിൽ വെച്ചിരുന്ന കണ്ടീഷൻ ഇവിടെ വന്നിട്ട് 3 വർഷം ഇവിടെ കോച്ചിങ് കൊടുക്കണം. കോച്ചിങ് അല്ല, ഇവിടെ 3 വർഷം സ്പോർട്സ് കൗൺസിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ റെഡിയാണ്. പക്ഷേ കസ്റ്റംസിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ കിട്ടിയാലേ ഇവിടെ 3 ദിവസം വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. കേന്ദ്ര സർക്കാർ. അപ്പോൾ ഇങ്ങനെ കോൺട്രാക്ട് ഉണ്ടെന്നും അതുകൊണ്ടത് വേണമെന്ന് പറഞ്ഞൊരു കത്ത് വേണം. ഈ കത്തിന് PT ചാക്കോയെ വിളിച്ചു. PT ചാക്കോ പറഞ്ഞു കയറി വരാൻ പറഞ്ഞു. ഞാൻ വൈഫിനെയും കുട്ടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം നമ്മൾ ഞെട്ടിപ്പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി കസേരയിലില്ല. അപ്പം ഞാനത് അവിടെ നിറച്ച ആളാണ്. ഈ ആൾക്കൂട്ടത്തിനിടെ നിന്ന് അദ്ദേഹം ഓരോരുത്തരും കേൾക്കുവാണ്. അപ്പം നമ്മളും ആ കൂട്ടത്തിൽ നിന്നു. PT ചാക്കോ പറഞ്ഞു ബാ 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 എന്ന് പറഞ്ഞു. അടുത്ത് കഴിഞ്ഞ് സാറേ ഇത് മറ്റേ ഷാജൻസ്കറിയ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ബോബി അലോഷ്യസ്. എന്താ പ്രശ്നം? ഒരു കത്ത് വേണം. അപ്പോൾ തന്നെ അതിൽ നിവേദനം മേടിക്കാൻ പറഞ്ഞു. നിവേദനത്തെ കുറിച്ചിട്ട് ചാക്കോ തന്നെ ഇത് നോക്കിക്കോണം കേട്ടോ, വേറെ ആരും ഏൽപ്പിക്കണ്ട കേട്ടോ, ചാക്കോ തന്നെ ഇത് ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. 2-3 ദിവസം കത്ത് ചെന്നു. അപ്പോൾ അവിടുന്ന് സ്വാഭാവികമായിട്ട് നടപടിക്രമം പൂർത്തിയായി വന്നു. ആലോചിച്ചു. അല്ല, ഉമ്മൻചാണ്ടിക്ക് വേറെ വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം ഫോളോ അപ്പ് ചെയ്യായിരുന്നു. ഒരു പക്ഷേ തീർച്ചയായും PT ചാക്കോയുടെ പിന്നീട് ചോദിച്ചാണ് അത് ഷാജൻ കൊടുത്താൽ അതെന്തായി, അതിന് പരിഹാരം ഉണ്ടായോ. അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്ന സ്റ്റാഫ് വേണുചേട്ടൻ ഞങ്ങൾ പറയാം, വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഒരിക്കൽ രാത്രി വളരെ വൈകി അദ്ദേഹം വീട്ടിൽ പോയി പ്രശ്ന സ്റ്റാഫ് അവിടെ ഇരിക്കേണ്ടതാണ്. രാത്രി വളരെ വൈകി വയ്ക്കുമ്പോൾ ഒരു സ്ത്രീയും ഒരു മകളും ഒരു കുട്ടിയും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി വിളിച്ച് വേണമെങ്കിൽ വരുമെന്ന് പറഞ്ഞു. രാത്രി വന്നിട്ട് പറഞ്ഞു ഇവർ ദൂരെ എവിടെ നിന്ന് വന്നവിടെ ബന്ധുപീഠം കണ്ട് ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട്, അവരങ്ങോട്ട് പോവുകയാണ്, ഒന്ന് കൊണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞൊന്ന് കൊണ്ടാക്കാമോ എന്ന് ചോദിച്ചു. ആ ശരിയെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ഇപ്പോൾ കൃത്യമായും എന്താ വണ്ടി കറൻ ചെയ്ത് അവരെ എത്തിക്കുകയൊക്കെ ചെയ്തു. പിറ്റേന്ന് രാവിലെ ഉമ്മൻചാണ്ടി കണ്ടുടൻ ചോദിച്ച ആദ്യ ചോദ്യം വേണം ഇന്നലത്തെ ആ സ്ത്രീയും മോളും സേഫായിട്ട് അവർ വീട്ടിലെത്തിയല്ലേ അല്ലേ എന്ന് ചോദിച്ചു. എല്ലാ കാര്യവും ഇങ്ങനെയാണ്, കൃത്യം ഫോളോ അപ്പാണ്. നമ്മളെ ഈ പറഞ്ഞ അല്ല മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സില്ലേ, മുഖ്യമന്ത്രി അടുത്തെങ്കിലും പോകാൻ പറ്റുമായിരുന്നു. അടിയൊന്നും വടിയെടുത്ത് മറ്റേ സെക്യൂരിറ്റിക്കാരൻ അടിച്ചിട്ട് പോലും കണ്ടില്ല എന്നാണ് അവസാനം പോലീസ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെയാണ് ഇങ്ങനെ ദൂർത്തടിക്കുന്നവർ ഇങ്ങനെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്തായാലും എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു, ശ്രദ്ധിച്ചെന്നറിയില്ല നിങ്ങൾ. ഈ
എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ശിവൻകുട്ടിയുടെ കാര്യം മാത്രം എടുക്കാം ഉദാഹരണം. വീടിൻ്റെ ഞാൻ ചോദിക്കുന്നത്, ശിവൻകുട്ടിയുടെ നല്ലൊരു വീടാണ്. ആ വീട് ഈ മറ്റൊരു സാധാരണ വീടിൻ്റെ അത്രയും ചിലവ് കാണത്തില്ല, അത്രയും വലിയ വീടിൻ്റെ. കാരണം കോസ്ഫോർഡിൻ്റെ നമ്മുടെ ലാറി ബേക്കർ സ്കൂളുകാർ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫാം ചെയ്ത് കോസ്ഫോർഡ് വരെ. അതുമല്ല, അപ്പം വളരെ ചിലവ് കുറഞ്ഞ സാധനങ്ങൾ പറ്റും. പക്ഷേ എങ്കിൽ പോലും വലിയൊരു വീടാണ്, ഒരുപാട് സൗകര്യങ്ങളും വലിയൊരു വീടാണ്. ഈ വീട് തിരുവനന്തപുരത്ത് ഉള്ളപ്പോൾ എന്തിനാണ് ശിവൻകുട്ടിയും ഭാര്യയും കൂടെ മന്ത്രിമന്ദിരത്തിൽ താമസിക്കുന്നത്? വളരെ ഞാനാണ് ഒരു മന്ത്രി എന്ന് കരുതുക, ഞാൻ മന്ത്രി ആയത് കരുതുക, ഞാൻ ഒരു കാരണവശാലും മന്ത്രിമന്ദിരം എനിക്ക് കുടപ്പനക്കുന്ന് വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളും വീടുണ്ട്. ആ വീട്ടിൽ താമസിച്ച് എനിക്ക് വന്നാൽ പോരെ? ഈ വീട് മാത്രമല്ല, ഞാൻ താമസിക്കുന്ന സുഭാഷ് നഗറിൽ അദ്ദേഹത്തിൻ്റെ വീടുണ്ട്. പണ്ട് അവിടെ താമസിച്ചിരുന്നത്. അവിടെ വീടുണ്ട്. അല്ല, അപ്പോൾ എൻ്റെ ചോദ്യം, എനിക്ക് മനസ്സിലാവാത്ത കാര്യം, മന്ത്രിമന്ദിരത്തിൽ തന്നെ താമസിക്കുന്ന നിർബന്ധം എന്താണ്? R. ബാലകൃഷ്ണനുള്ള മന്ത്രിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സ്വന്തം വീട് താമസിച്ചു. വീട് താമസിച്ചുള്ളൂ. അല്ല, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് ഇത്രയും. അപ്പം ഞാനിപ്പോൾ നമ്മുടെ നന്തൻകോട് വഴി പോകുമ്പോൾ കോർഡിയൽ ഭാരതി എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്താണ് മന്ത്രി വീണ ജോർജ് താമസിക്കുന്നത്. ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. ഫ്ലാറ്റാണത്. ഇപ്പം മുഖ്യമന്ത്രിയാണ്, ശരിയാണ്, പ്രൈവറ്റ് വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റിയുടെ പ്രശ്നം. മുഖ്യമന്ത്രി ഓഫീസ് അവിടെ പ്രവർത്തിക്കണമല്ലോ. മന്ത്രിക്ക് എന്തിനാണ് വീട്ടിൽ നിന്ന് ആളെ കണ്ടാൽ പോരെ? മന്ത്രിയുടെ സേഫ്റ്റി എന്തായാലും എവിടെ താമസിച്ചാലും ആൾ കയറി ചെല്ലും, എല്ലാ ആയുധ പരിശോധന നടത്തിയിരുന്നല്ലോ മന്ത്രി എടുത്തു പോകുന്നത്. അപ്പോൾ ഇത് അങ്ങേറ്റത്തെ ഈ പറയുന്ന ശിവൻകുട്ടിക്ക് ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ, ഖജനാവിനെ കുറിച്ച് ഇങ്ങനെ കരുതലുണ്ടെങ്കിൽ, ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹം ഈ മന്ത്രിമന്ദിരം ഒഴിവാക്കിയിട്ട് തൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഇവർ പെട്രോൾ അലവൻസ്, ആദ്യ അലവൻസ്, എന്തോരം ഫണ്ട് എഴുതി മേടിക്കുന്നുണ്ട്, എന്തോരം ജീവനക്കാരുണ്ട്. ചികിത്സക്കിടയ്ക്ക് വാങ്ങിച്ച ലിസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നതാണല്ലോ. എത്ര ലക്ഷം രൂപ മേടിക്കുന്നുണ്ട്. കണ്ണാടിക്ക് കാശ്, ആയുർവേദ ചികിത്സയ്ക്ക് കാശ്, തിരുമന് ചികിത്സ. എന്ന് മാത്രമല്ല, ശിവൻകുട്ടിയുടെ ഭാര്യ എൻ്റെ സുഹൃത്താണ്, നമ്മുടെ എല്ലാ സുഹൃത്താണല്ലോ. പാർവതി ഏഷ്യാനെറ്റിലായിരുന്നപ്പോഴും എനിക്കറിയാം, ദേശാഭിമാനായിരുന്നപ്പോൾ എനിക്കറിയാം, ഏഷ്യാനെറ്റ് വന്നപ്പോഴും അറിയാം, കൈരളി പോയപ്പോഴും അറിയാം. ഈ കൈരളി ഞാൻ പലപ്പോഴും ആ CPM ബുദ്ധിയെക്കുറിച്ചൊരു ഉദാഹരണമായിട്ട് പലരോടും പറയുന്നത്. അതായത് ദേശാഭിമാനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പാർവതി ഒരു സുപ്രഭാതത്തിൽ ഏഷ്യാനെറ്റിലേക്ക് വരുന്നു. ഇതുപോലെ തന്നെയാണ് ജോൺ ബ്രിട്ടാസ് ഏഷ്യാനെറ്റിൽ പോകുന്നു. യഥാർത്ഥത്തിൽ കൈരളി ചാനൽ തുടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വിട്ടതാണ്. അപ്പോൾ ഞാനിപ്പോഴും പാർവതി ഏഷ്യാനെറ്റ് ഇരിക്കുമ്പം ഞാൻ അവിടെ പോകുന്ന അന്ന് BRP ഭാസ്കർ സാറാണ് ഏഷ്യാനെറ്റിൻ്റെ ചുമതലക്കാരൻ. അന്ന് ഈ വഴക്കാളി നീലൻ ഉള്ളത് കൊണ്ട് മാത്രമാണ്, അല്ല ഞാനവിടെ കയറിപ്പോയത്. ഈ നീലൻ നെഗറ്റീവ് അടിക്കുന്നതുകൊണ്ട് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓഡീഷൻ നടത്തിയിട്ട് ഞാൻ വിജയിച്ചതാണ്. പക്ഷെ നീലൻ കട്ടയ്ക്കെതിരെ. കാരണം എനിക്കൊന്ന് BRP ഭാസ്കർ സാറിന് നീലൻ ഇഷ്ടമില്ലായിരുന്നു തോന്നുന്നു. അങ്ങനെ എന്തോ കാണും. കാരണം നീല സാറിന് യോജിക്കാത്ത ഒരാളായെന്നോ. എന്നെ എല്ലാ ഓഡീഷനൊക്കെ കഴിഞ്ഞു, ഞാൻ ഹാപ്പി ആയിട്ട് കയറിയേക്കാവുന്ന 98 99 അന്ന് എനിക്ക് ഏഷ്യാനെറ്റ് നല്ല കണക്ഷനാണ്. ആയിരക്കൊണ്ട അവിടെ. അത് എനിക്ക് അന്ന് ഈ സിന്ധു സൂര്യകുമാർ അടക്കം സകലരായിട്ട് അടുപ്പമാണ്. അന്നൊരു മോഹനൻ, ചന്ദ്രശേഖരൻ, അവരെല്ലാവരും ഉണ്ട്. എല്ലാവരോട്ടും എനിക്ക് സൗഹൃദമാണ്. അന്നാണ് വിധു വിൻസെന്റും നമ്മുടെ ദീപ അവരൊക്കെ. ഞാൻ എപ്പോഴും ദീപയുടെ കാര്യം ഓർക്കുന്നത്, ഞാൻ അക്കാലത്ത് നർമ്മദയിൽ പോകാൻ നേരത്ത്, നർമ്മദയിലെ പ്രസ്ഥാനത്തിന് അവിടെ നർമ്മദ മേധാ പട്കറുടെ കൂടെ ഒരിക്കൽ പോകുന്ന നേരത്ത് എൻ്റെ കാശില്ല, ദീപയുടെ അടുത്ത് പോയിട്ടാണ് ഞാൻ ഇച്ചിരി പൈസ ചോറും കൊടുത്തിട്ടില്ല. ദീപയുടെ ഒരു കണക്ഷൻ എനിക്കില്ല. അവർ മാധ്യമരംഗത്ത് ഉണ്ടോ എന്ന് സംശയമാണ്. അവർ മേഖലയിലായിരിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടവും ബഹുമാനമാണ് ദീപയോട്. അപ്പോൾ അങ്ങനെ ഒരു 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 കാലത്ത് എന്നിട്ട് പിന്നെ ഈ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പം നമ്മുടെ നീലൻ പൊട്ടിത്തെറിച്ചു. എന്നോട് ചോദിച്ചു, നീ എവിടെയായിരുന്നു ജോലി ചെയ്തപ്പോൾ ഞാനിങ്ങനെ നീ ജേർണലിസം കഴിഞ്ഞിട്ട് നീ ഫ്രീലാൻസറാന്ന് പറഞ്ഞാൽ നിനക്ക് കഴിവില്ലെന്നർത്ഥം. നിന്നെ കഴിവുണ്ട് ആരെങ്കിലും പത്രക്കാൾ കൊണ്ടുപോയനെ, നീ ഞാനന്ന് എല്ലാം ഞാൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് എല്ലായിടത്തും, മനോരമ മുതൽ ഏഷ്യാനെറ്റിൽ പോലും ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ അന്നത്തെ കാലം. ഞാൻ നർമ്മദയിൽ നിന്ന് ഞാൻ അവിടുത്തെ റാലി ഫോർ വാലി എന്ന് പറഞ്ഞ് അരുന്ധതി റോയുടെ റാലി ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടുന്ന്. അപ്പോൾ എന്നെ ചീത്ത വിളിച്ച് ഞാൻ മനസ്സും എടുത്ത് ഇറങ്ങിപ്പോകുന്ന അവിടുന്ന്, അല്ല ഞാൻ ഏഷ്യാനെറ്റിൽ ഇരിക്കേണ്ടതാണെന്ന്. അപ്പോൾ അങ്ങനെ ബന്ധമുള്ള ആളാണ് പാർവതി ചേച്ചി. ഈ പാർവതി ചേച്ചിയെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് PSC അംഗമാക്കി. PSC അംഗത്തിൻ്റെ ശമ്പളം 2 ലക്ഷം 2.5 ലക്ഷം രൂപ കണ്ടാണ്. അവർക്ക് ഫുൾ പെൻഷനാണ്. അതായത് ഒരു ഗവൺമെൻറ് സെക്രട്ടറിയെ, അതായത് ഒരാൾ സിവിൽ സർവീസിൽ ജോലിക്ക് കയറിയാൽ റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ കിട്ടുന്ന അതിനേക്കാൾ കൂടി ശമ്പളമാണ് PSC അംഗത്തിന്.
പെൻഷൻ നേരെ പകുതിയാകുമ്പോൾ അതായത് ഫുൾ സർവീസ് 30-35 വർഷം സർവീസുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ IAS കാരൻ റിട്ടയർ ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന മുഴുവൻ പെൻഷനും 6 വർഷം മാത്രം ജോലി വെക്കുന്ന 6 വർഷം ജോലി ചെയ്യുന്നവർക്ക് കിട്ടും. ഈ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഭാര്യയുള്ളപ്പോൾ ഇത്രയും വലിയ ശമ്പളം കിട്ടുന്ന ഈ മന്ത്രി ഇതൊക്കെ ഒഴിവാക്കണ്ടല്ലേ, അറ്റ്ലീസ്റ്റ് വീടെങ്കിലും ഒഴിവാക്കണം. എന്നിട്ട് നവ്യ നായർ പറഞ്ഞൊരു പാവം നടി, അവർ പണ്ട് സിനിമയിൽ അഭിനയിച്ചു, ഇപ്പോൾ സിനിമയിലും തോന്നുന്നു ഇല്ല. അപ്പോൾ അധികം സിനിമയിൽ അവർ കാണുന്നില്ല, അഭിനയിക്കുന്നില്ല. അവർ നൃത്തം അവരുടേതായ ഒരു മാത്രമല്ല ഓർമ്മയുണ്ടെന്നില്ല. കുറേ നാൾ മുമ്പ് കേരള സർവകലാശാല യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ആ വേദിയിൽ വെച്ചും മന്ത്രി ഇത്തരം പരാമർശം നടത്തിയിരുന്നു. നവ്യ നല്ല പറഞ്ഞത് ഏതോ സിനിമയിൽ വിളിച്ചോ പൈസ വെച്ചു എന്ന് പറഞ്ഞിരുന്നു. അപ്പം നവ്യ നേരം ആ സ്റ്റേജിൽ വെച്ച പക്ഷേ മറുപടി പറഞ്ഞു, സാറേ ഞാൻ പൈസ വാങ്ങിച്ചിട്ടല്ല ഈ പരിപാടിക്ക് വന്നതെന്ന് പറഞ്ഞവർ. എനിക്ക് തോന്നുന്നത് നവ്യയോട് എന്തോ ഒരു കലിപ്പ് അതായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അന്ന് സ്റ്റേജിൽ വെച്ച് പരസ്യമായിട്ട് ഞാൻ പൈസ വാങ്ങിച്ചില്ല സാറെന്ന് പറഞ്ഞൊരു അന്ന് പൈസ വെച്ച് അതൊരു വശം. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നവ്യ പങ്കെടുത്ത ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിൽ, അതാണോന്ന് എനിക്ക് ഓർമ്മയില്ല, അതാണെന്ന് തോന്നുന്നു, ഇദ്ദേഹം പ്രസംഗത്തിൽ കൂടുതൽ ഊന്നി പറഞ്ഞത് ഇസ്രായേലിനെ കുറിച്ചും ഫലസ്തീനെ കുറിച്ചൊക്കെയാണ്. ഇസ്രായേലിനെതിരെ ഫലസ്തീൻ. അപ്പോൾ ഇത് കേട്ടെന്ന് പുള്ളിക്കാരത്തി ചിരിച്ചു. അപ്പം അതൊരു പുള്ളിക്കാരൻ അതായത് ഇവിടെ വന്നിട്ട് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വന്നിട്ട് ഈ പലസ്തീനെ കുറിച്ച് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു കേട്ട് പുള്ളിക്കാരൻ ചിരിച്ചു. ആ ഒരു കലിപ്പ് ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വേറെ ഏത് സിനിമ നടനെ വിളിച്ചാൽ അവർ ഭൂരിഭാഗം പേര് കാശ് ചോദിക്കുകയും ചെയ്യും. കാരണം ഈ പറഞ്ഞതുപോലെ അവരുടെ വരുമാന മാർഗ്ഗമാണ്, അവർക്ക് ശമ്പളമല്ല ഇതുപോലെ. അല്ല, ഇവർ പറയുന്നത് മമ്മൂട്ടി മേടിച്ചില്ല, അല്ലെങ്കിൽ ഫഹദ് ഫസിൽ മേടിച്ചില്ല, സുരാജ് വെഞ്ഞാറമ്മ മേടിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുപോലെ അല്ലല്ലോ ഇത്, പാർട്ടിസിപ്പേഷൻ അല്ലല്ലോ ഇത്, ട്രെയിനിങ് പരിപാടിയല്ലേ. മമ്മൂട്ടിയുടെയൊക്കെ സൗകര്യം നോക്കിയിട്ടാണ് ഇവർ പരിപാടി ഫിക്സ് ചെയ്യുന്നത്. മമ്മൂട്ടി തിരുവനന്തപുരത്തുള്ളപ്പം ഇന്ന് വന്നേക്കണേ, വന്നേക്കാം. ഞാൻ പറഞ്ഞ മമ്മൂട്ടി തിരുവനന്തപുരത്തുള്ളപ്പം മമ്മൂട്ടിയുടെ പരിപാടി, സുരാജ് വെഞ്ഞാറമ്മ തിരുവനന്തപുരംകാരനാണ്, അല്ലാതെ ഇവരുടെ ഒരു ഷൂട്ടിംഗ് ഒഴിവാക്കിയിട്ടൊന്നും ഒരാളും വരില്ല. പിന്നെ മാത്രമല്ല അവർക്കൊക്കെ ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കാരണം അവരെയൊക്കെ ഇവർ പറഞ്ഞ കൊറിയോഗ്രാഫി അല്ല ഏൽപ്പിക്കുന്നത്, ഒരു പരിപാടിയിലെ ഏറ്റവും ഗസ്റ്റായിട്ടാണ് വിളിക്കുന്നത്. ഗസ്റ്റും കൊറിയോഗ്രാഫിയും രണ്ടാണ്. ഇതൊരു ജോലിയാണ്, അസൈൻമെന്റ് ഏൽപ്പിക്കുന്നത്, അതിന് പ്രതിഫലം കൊടുക്കും. ഗസ്റ്റ് വിളിക്കാം, കുഴപ്പമില്ല, അവിടെ നിന്നിരിക്കും. ഗസ്റ്റ് വിളിക്കുമ്പോൾ കാശ് ചോദിച്ചാൽ പിന്നെയും ശരി. ഓർമ്മ കുറേ VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പാവം ജഗതി ശ്രീകുമാറിന് ഒരു ചടങ്ങിന് ഹാൻഡെക്സിൻ്റെ ഹാൻഡ്ബീവിൻ്റെ എങ്ങാണ്ട് ഒരു പരിപാടിക്ക് ഓണപരിപാടി എന്ന് വിളിച്ചിട്ട് അവസാനം പീഡന കേസിൽ പ്രതിയായെന്ന് പറഞ്ഞിട്ട് വരണ്ടാന്ന് പറഞ്ഞു. ഈ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് ഈ കസവുമുണ്ടെന്ന് കൈമാറുന്ന ഓണത്തിൻ്റെ ഒരു പരിപാടിയായിരുന്നു. ജഗതിയെ വിളിച്ച് ജഗതി എല്ലാം എഗ്രി ചെയ്തിരുന്നു, എല്ലാം റെഡി പറഞ്ഞിരുന്ന അവസാന വർഷം പറയാണ് മുഖ്യമന്ത്രിക്ക് അത് താല്പര്യമില്ല, അതുകൊണ്ട് താങ്കൾ വരണ്ട എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതൊരു ജഗതിക്ക് അദ്ദേഹത്തിന് തീർച്ചയായും ഫീൽ ചെയ്ത്. മാത്രമല്ല കോടതി വെറുതെ വിട്ട ആളാണ് അദ്ദേഹം. അല്ല ഞാൻ പറഞ്ഞു അത് VS ആയിരുന്നു. VS മുഖ്യമന്ത്രി. VS അങ്ങനത്തെ പരിപാടി മോദിക്ക് കൈ കൊടുത്തില്ലല്ലോ. VS ഇത്തരം പിടിവാശികളിലൊക്കെ അല്ലേ എനിക്ക് ചുറ്റുന്ന ഉപദേഷ്ടാക്കളാണെങ്കിലും പറഞ്ഞു കാണും. അല്ല പിന്നെ VS ഒരു സ്റ്റാൻഡാണ്, നമുക്ക് തീരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ VS ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് മറ്റുള്ളവരെ പോലെ അല്ലല്ലോ അത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ നവ്യ നായരെ അധിക്ഷേപിക്കുന്ന ലക്ഷ്യത്തിലാണ് ഇത് പറഞ്ഞതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നവ്യ നായരെ ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നമുണ്ട്. നമ്മുടെ എനിക്ക് പാർക്കിൻസോണിന്റെ പ്രശ്നങ്ങളാണ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ ഇദ്ദേഹം ബേസിക്കലി ഇദ്ദേഹം ഇങ്ങനെ സംഭാഷണത്തിലൊക്കെ ഒരു കുഴപ്പമുണ്ടെന്നുള്ളൂ. ബേസിക്കലി ഒരു പാവ മനുഷ്യനാണ്, സഹായിയാണ്, ആരെന്ത് തന്നെ സഹായിക്കുക ചെയ്യുന്ന ഒരാളാണ്, സഹായിയാണ്. പിന്നെ അദ്ദേഹം ഈ പറയുന്ന റഫ് ആൻഡ് ടഫ് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. നല്ല സംഘാടകനാണ്, EP ജയരാജനെ പോലാണ്, കണ്ടാ ഭയങ്കര ഭീകര ലുക്കാണ്, പക്ഷേ ബേസിക്കലി പാവത്താനാണ്. അപ്പം ഇദ്ദേഹം ഇപ്പോൾ ആരെ കണ്ടാലും പെട്ടെന്ന് ചാടി അവരെ തോളെ പിടിച്ച് വർത്തമാനം പറയും. അപ്പം ഞാൻ ഓർത്തിട്ട് എല്ലാവരുടെയും യഥാർത്ഥ കാരണം എന്താ വെച്ചാൽ കൈ വിറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് അത് മറയ്ക്കാൻ വേണ്ടി ആരുടെയും അങ്ങനെ ഒരു, അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ അസുഖത്തിന് ഈ ഓർമ്മയുടെ പ്രശ്നം. എൻ്റെ അച്ഛന് ഈ അസുഖം ഉണ്ടായിരുന്നു, പാർക്കിൻസൺ രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ബ്രെയിൻ റോങ് മെസ്സേജ് കൊടുക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് ഈ അസുഖങ്ങൾക്കെല്ലാം തന്നെ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആയിരിക്കില്ല ചിലപ്പോൾ നമ്മളെ ഇന്ന് പുറത്ത് വരുന്ന സംഭവം. അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമാണിത്. അച്ഛൻ അത് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന അച്ഛൻ 2 വർഷം പിന്നെ അത് അനുഭവിച്ച ബുദ്ധിമുട്ടിന് ശേഷമാണ് അത് ഒന്ന് മരിച്ചു നോക്കുക. അപ്പം ചോദ്യം ഇതാണ്, ആരോഗ്യമുള്ള ആരും ഇല്ലാത്തത് കൊണ്ടാണോ ഈ ആരോഗ്യമില്ല? 2 പ്രധാനവും ഈ വിദ്യാഭ്യാസവും കൊടുക്കുന്നത്. അല്ല എന്നിട്ട് അല്ലേ ആയിക്കോട്ടെ, ഇവർ പൊക്കോട്ടെ. ഇപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം വെച്ചാൽ അദ്ദേഹം മന്ത്രിയാകാൻ ആഗ്രഹമുണ്ട്, അദ്ദേഹം മന്ത്രിയായി, മന്ത്രിയായിട്ട് മുമ്പോട്ട് പോകട്ടെ. പക്ഷേ എന്തിനാണ് ഈ പറയുന്ന ഒരു കലാകാരി അപമാനിക്കാൻ വേണ്ടി രംഗത്ത് ഇറങ്ങുന്നത്? എന്തിനാണ് അല്ല പിന്നെ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നവ്യ നായർക്ക് പിന്തുണ.
ആണല്ലോ, അത് സ്വാഭാവികം മാത്രം. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ സിറിയയെക്കുറിച്ചായിരുന്നു ഫുൾ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. ഒരു 7 വീഡിയോ ചെയ്യാൻ പ്ലാൻ ഇട്ടു. കാരണം ഞാൻ ഈ രാവിലെ ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുന്ന കാരണം ഇംഗ്ലീഷ് പത്രങ്ങൾ മുഴുവൻ ഇത് നിറഞ്ഞു നിൽക്കുവാണ്. ആ ഒരു സ്പിരിറ്റ് കേരളത്തിൽ വന്നില്ല. കാരണം ഇത് സിറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ അടിവെക്കുന്ന താല്പര്യമില്ല. അതുകൊണ്ട് ഞാനൊരു 4 എണ്ണം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഓടത്തില്ല. ഞാൻ ബാക്കി 3 ഉപേക്ഷിച്ചു. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യേണ്ടത് നോക്കുമ്പോഴാണ് ഇത് വരുന്നത്. അത് അവസാനം തട്ടിപ്പിടി 5 ലക്ഷം പേരെ കണ്ടോ വീഡിയോ. അപ്പോൾ ജനം എന്ന് പറയുന്നത് സർക്കാരിനോട് എത്രമാത്രം വെറുപ്പുണ്ട്, സർക്കാർ ദൂരത്തിനോടും ധാർഷ്ട്യത്തോടും എത്രമാത്രം വെറുപ്പുണ്ട് എന്നതിന് തെളിവ് കൂടിയാണല്ലേ. നമ്മുടെ നാട്ടുകാർ, നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് എപ്പോഴും കലാകാരന്മാരോട് അവർക്കൊരു സ്നേഹവും അനുഭവവും സഹാനുഭൂതിയൊക്കെ ഉള്ളവർ തന്നെയാണ്. അവരെ അപമാനിച്ച ഒരിക്കലും അവർ കേരളത്തിൽ. പക്ഷേ നടിമാരോട് അങ്ങനെ ഒരു സ്നേഹം നമുക്ക് ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരുടെയും പെണ്ണുങ്ങളെല്ലാം മോശക്കാരാದ രീതിയിലല്ലായിരുന്നോ. എന്നെ അത്ഭുതപ്പെടുത്തി 2 തരത്തിൽ. ഒന്ന് നടിമാരുടെ ആ ഒരു കാരുണ്യമില്ല. പിന്നെ 2 ഈ നവ്യ നായർ ഒരു എനിക്കൊന്നൊരു ഈ പിണറായി അങ്കിൾ എന്ന് വിളിച്ചതോടുകൂടി ആളുകൾക്ക് വലിയൊരു മതിപ്പ് കുറവുണ്ട്. പിണറായി വിരുദ്ധർ ഒരു പക്ഷേ ഉണ്ട്. പക്ഷേ അവരൊരു അങ്ങനെ വിളിച്ചെന്നൊക്കെ പറഞ്ഞ സത്യമാണെങ്കിൽ അവരൊരു നല്ല ഭക്തയായ സ്ത്രീയാണ്. അവർ ക്ഷേത്രവും പ്രാർത്ഥനയും നൃത്തവുമായി ജീവിക്കുന്ന നല്ല നർത്തകിയാണ് അവർ. അല്ല, അവരുടെ ജീവിതം തന്നെ അവർ ഈ പറയുന്ന ഒരു ഭക്തിയിലും നൃത്തത്തിലുമൊക്കെ ആയി ചെലവഴിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ സംസാരിച്ചു, എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി. കാരണം ഞാൻ അവരോട് ആദ്യം പറഞ്ഞ ഡയലോഗ് തന്നെ എന്നെ പൊളിച്ചു കളഞ്ഞു. ഞാൻ അവരോട് ഇന്നലെ സംസാരിച്ച് പറഞ്ഞു, നവ്യയെ ഈ പറഞ്ഞ ദിവ്യ എന്നായിപ്പോയി. അപ്പോൾ അവരോട് ദിവ്യ അല്ല നവ്യ എന്ന് പറഞ്ഞു. നമ്മൾ ഈ വർത്താനം പറയുന്നതല്ലേ, ഞാൻ നവ്യ ചേട്ടാ, ഞാൻ ദിവ്യയല്ലേ കേട്ടോ, നവ്യാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ വീഡിയോയ്ക്കകത്ത് നല്ല പോസിറ്റീവ് കമൻറ്റാണ് ജനങ്ങൾക്ക്. അപ്പോൾ എന്നോട് പറയുകയാണ്, ചേട്ടാ അതിനകത്തും കഥയൊന്നുമില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിലെ പിന്തുണയൊക്കെ താൽക്കാലികമാണ്. അപ്പോൾ ഇന്നിപ്പം അവർ നമ്മളെ പിന്തുണയ്ക്കുന്നു, നാളെ അവർ നമ്മളെ കൂട്ടത്തോടെ വിളിക്കും. അതുകൊണ്ട് ചേട്ടാ സോഷ്യൽ മീഡിയയിലെ പിന്തുണ കണ്ടിട്ടൊന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ നിലപാടാണ് ശരിയെന്ന് കരുതാൻ പാടില്ല. എനിക്ക് വളരെ ബഹുമാനം തോന്നി. ഞാനിന്നലെ സംസാരിച്ചപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട്, വളരെ സോഫ്റ്റ് സ്പോക്കൺ എന്ന് പറയത്തില്ലേ, അപ്പം വളരെ നന്നായിട്ട് ഞാൻ നമ്മുടെ ഇദ്ദേഹത്തോടെ നമ്പർ മേടിച്ചു. വിജയബാബുവിനോട് നമ്പർ ഉണ്ടായിരുന്നില്ല. വിജയബാബു നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. നമ്മുടെ ഉമ്മൻചാണ്ടിൻ്റെ കാര്യം പറഞ്ഞ മാതിരി രാവിലെ എന്നോട് ചോദിച്ചു സംസാരിച്ചോന്ന്. വിജയബാബു ചോദിച്ചു രാവിലെ സംസാരിച്ചോ. ഞാൻ പറഞ്ഞു ഷീസ് വെരി സോഫ്റ്റ് സ്പോക്കൺ എന്ന് പറഞ്ഞാൽ യെസ് അങ്ങനെയാണെന്ന് പറഞ്ഞു. എന്തായാലും മാത്രമല്ല എനിക്കിത് ആദ്യം ഒരു വേറെ സംശയം വന്ന കാര്യം, ആദ്യമേ തന്നെ എല്ലാവരും കൂടെ ഫിക്സ് ചെയ്യാൻ ഇത് നവ്യ നായരാണ്. സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൂടെ കടന്നു വന്ന കലാകാരി എന്ന് പറയുമ്പോഴേ ഇവിടെ വേറെ പല സിനിമാടികാരും ഉണ്ട്. അല്ല, അതിനകത്ത് ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൂടെ വന്ന ഒരു അറിയപ്പെടുന്ന 3-4 പേരെന്ന് പറഞ്ഞാൽ നവ്യയും അമ്പിളി ദേവിയും മഞ്ജു വാര്യരൊക്കെയാണ്. മഞ്ജു വാര്യർ ആവത്തില്ല. മഞ്ജു വാര്യർ 5 ലക്ഷം ചോദിക്കത്തില്ലെന്ന് അറിയാമല്ലോ. ചോദിക്കുകയാണെങ്കിൽ 5 ലക്ഷം ഒന്നെങ്കിൽ ചോദിക്കത്തില്ല, ചോദിക്കുകയാണെങ്കിൽ കുറഞ്ഞ 50 ലക്ഷം ചോദിക്കാറുള്ളൂ. അപ്പോൾ മഞ്ജു വാര്യർ പോയി. അമ്പിളി ദേവിയെ ഞാൻ വിളിച്ചു. അമ്പിളി ആശുപത്രിയിലായിരുന്നു. അമ്പിളിക്ക് ഈ വിവാദമൊന്നും അറിയത്തേ ഇല്ലായിരുന്നു. അമ്പിളിയൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ അമ്പിളിയെ വിളിച്ചു. കാരണം ആദ്യം അമ്പിളിയെ കാരണം അമ്പിളിയുടെ നമ്പർ എൻ്റെ ഉണ്ട്. അപ്പോൾ അമ്പിളിക്ക് വിവരമൊന്നും അറിയത്തേ ഇല്ല. അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നവ്യ നായരെ വിളിച്ചു. നവ്യ നായരെ വിളിച്ചപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നതും നമ്മളാണ് ആദ്യം നവ്യ നായരാണെന്ന് പിന്നീട് ക്ലിയറായിട്ട് പറയുന്നത്. പിന്നെ ഈ നവ്യയ്ക്ക് ഇവർ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൂടെയാണ് വളർന്നതെന്ന് പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ 2001 തൊടുപുഴയിൽ നടന്ന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലായിരുന്നു ഇവർ ഞാൻ ആ സ്കൂൾ യൂത്ത് ഫെസ്റ്റ് റിപ്പോർട്ട് ചെയ്താണ് ദീപിക. ഞാനത് റിപ്പോർട്ട് ചെയ്താണ്. അന്ന് ഞാൻ ദീപികയ്ക്ക് വേണ്ടിയിട്ട് 2001 സ്കൂൾ യൂത്ത് ഫെസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ തൊടുപുഴ സ്കൂൾ യൂത്ത് ഫെസ്റ്റിൽ പോയിരുന്ന ആളാണ്. അന്ന് ഈ അമ്പിളി ദേവിയും നവ്യയുമായിരുന്നു മത്സരം. അപ്പം ഇവക്ക് അമ്പിളി ദേവിയേക്കാൾ കൂടുതൽ പോയിന്റ് കിട്ടിയത് ഇവക്കായിരുന്നു. പക്ഷെ അവസാനം ഇതൊരു മോണാക്ട് ഏതൊരു സാധനത്തിന് അമ്പിളി ദേവിക്ക് കൂടുതൽ കൊടുത്തിട്ടാണ് ഇവൾ അടിച്ചു പോയിട്ട് അമ്പിളി ദേവി. അന്ന് ആ കൊച്ചു സിനിമാക്കാരി ആയതുകൊണ്ട് മാത്രം കൊടുത്താൽ പറഞ്ഞ് ഇവൾ കരഞ്ഞു. ഇവക്ക് സിനിമയില്ല, അമ്പിളി അന്ന് സിനിമയിലുണ്ട്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്കൂൾ യൂത്ത് ഫെസ്റ്റിൽ അപമാനിക്കപ്പെട്ടയാളാണ്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിൽ വളർന്ന ആളല്ല, അപമാനിക്കപ്പെട്ട ആളാണ്. ഇതേ സംഘാടകർ, ഇതേ സംവിധാനങ്ങൾ അപമാനിച്ചു വിട്ട കൊച്ചാണ്. എന്തായാലും രാജ്മോഹൻ, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തോ ഒരു കലിപ്പ് ശിവൻകുട്ടിക്ക് ആ പെങ്കൊച്ചിനോടുണ്ട്. അതിൻ്റെയാണ് ഈ കലിപ്പെല്ലാം വന്നിരിക്കുന്നത്. പൊതുവെ ഇടതുപക്ഷക്കാരൊരിക്കലും കലാകാരന്മാർ അങ്ങനെ അവഹേളിക്കേണ്ടവരല്ല. കാരണം ഈ കല എന്ന് പറഞ്ഞാൽ ഈ നാടകം, KPSC നാടകങ്ങളൊക്കെ പോലുള്ള എത്രയോ കലാപ്രസ്ഥാനങ്ങൾ, കവിതകളൊക്കെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് എത്രയോ സഹായകമായിട്ടുള്ള. ഇനിയിപ്പം പിണറായി വിജയനോടുള്ള എതിർപ്പ് കൊണ്ടുമാണ്. പിണറായി വിജയനോട് ഇപ്പം അറിയത്തില്ല, ഇപ്പം അവർ ഇക്വേഷൻ മാറി. പിണറായി വിജയനും ഇദ്ദേഹത്തിന് അങ്കിളാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ടുള്ള മന്ത്രി പെട്ടെന്ന് ഈ കൂട്ടാനായിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിണറായി വിളിച്ച് വിരട്ടിയോണ്ടാണോ എന്തായാലും നവ്യ നായർക്കൊപ്പമാണ് സമൂഹം. ഞങ്ങളും നവ്യ നായർക്കൊപ്പമാണ്. മന്ത്രിമാർ അവരുടെ ദൂർത്തൊക്കെ അവസാനിപ്പിച്ച് മര്യാദക്കാരായിട്ട് ഇങ്ങനെയുള്ള നിലപാടെടുത്താൽ ജനപിന്തുണ ഉണ്ടാവും. നന്ദി, നമസ്കാരം.